വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. ബാലചേട്ടാ വെൽക്കം ബാക്ക്. വളരെ സന്തോഷമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം? ഇങ്ങനെ സുഖമായിട്ട് പോകുന്നു. ഇത് പുതിയതാണോ? സ്പെക്സ് പുതിയതാണോ? അവരെ മണിക്കുറ്റം വെച്ചില്ലേ, അപ്പൊ എനിക്ക് വെക്കണ്ട്. നന്നായിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒരു കാര്യം പറയാനായിട്ടാണ് വന്നത്. ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിലേക്ക് എന്നെയാണോ എലീന പടിക്കൽ ഹീറോയിനെ ആയിട്ട് വരാൻ താല്പര്യമുണ്ട്. ബാലചേട്ടനാണെങ്കിൽ ഞാൻ എന്തായാലും വരാം, കുഴപ്പമില്ല. ഡയറക്ടർ, പ്രൊഡ്യൂസർ, സ്ക്രിപ്റ്റ് എല്ലാം ഞാൻ ഏറ്റെടുക്കാം അല്ലേ? വളരെ മണിക്കുറ്റൻ എന്റെ പുതിയ പടത്തിലേക്ക് അഭിനയിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? നമ്മൾ ഓൾറെഡി ഒന്നിച്ച് അഭിനയിച്ചല്ലേ, ഞാൻ അതുകൊണ്ട് എപ്പോഴും ഇൻട്രസ്റ്റഡ് ആണ്. അക്രു ചേട്ടാ, ചേച്ചി എന്തോ ഇൻട്രസ്റ്റ് ഉണ്ടോ? പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റാ. അപ്പൊ നിങ്ങളുടെ പേയ്മെന്റ് എങ്ങനെയാണ്? പേയ്മെന്റ് നമുക്ക് പിന്നെ പറഞ്ഞാ പോരെ. അല്ല, ഞാന് പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദൻ, ഞങ്ങളുടെ ഫ്രണ്ട്സ് സെറ്റപ്പിലെ ഒരു സിനിമ ഇരിക്കാണ്. അപ്പൊ കമ്മിയായിട്ട് പറയണം. കമ്മിന്ന് പറഞ്ഞാ എത്ര വരെ പോവാം? നിങ്ങൾ കമ്മിയായിട്ട് പറ. ഞാന് പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദൻ ആ ബെൽറ്റിലേക്ക് ഇരിക്കാണ്. സിനിമ ഓൾറെഡി ഇങ്ങനെ പറഞ്ഞു നിക്കുന്നല്ലേ, അപ്പൊ അതിലേക്ക് വീണ്ടും നമ്മൾ വരണോ? നിങ്ങൾ വരണം. നിങ്ങൾ എല്ലാവരും വരണം. ഞാൻ വളരെ നല്ല മനുഷ്യനാണ്. എവരെ പോയാലും എനിക്ക് എല്ലാരും വേണം. എല്ലാരെയും വരില്ലേ? എനിക്ക് പക്രു ചേട്ടന്റെ അടുത്തൊരു ചോദ്യം ഉണ്ട്. വളരെ പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. ക്യാമറ കട്ട് പണ്ണനേ. ക്യാമറ കട്ട് ചെയ്യണേ. ഒരു ഗിന്നസ് റെക്കോർഡ് കിട്ടാൻ വല്ല വരും? ഞാൻ എന്റെ തന്നേക്കാം. വരുമാ? ഉറപ്പാണോ? വളരെ സന്തോഷം. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചിരിക്കുകയാണ്. പക്ഷെ നമുക്കൊന്ന് അല്ലാണ്ട് തന്നെ സ്വന്തം വോയിസ് ഒന്ന് കേൾക്കട്ടെ. വെൽക്കം ടു കോമഡി മാസ്റ്റർ റിഷാദ്. താങ്ക് യു. കൊള്ളാം. ഉഷാറാണ്. ഞാൻ കൊല്ലം. എന്താ ചെയ്യുന്നത് റിഷാദ്? ഞാൻ ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുക. ഡിഗ്രിക്ക്? അപ്പൊ മിമിക്രിയിലെ ഇപ്പൊ ബാല കേട്ടു, ഇനി അടുത്ത ആരായിരിക്കും നമ്മള്? ഞാനിപ്പോ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ചാല്, നമ്മളെല്ലാവരും കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മലയാളികൾ എല്ലാവരും ഏറ്റെടുത്ത, മലയാളികളല്ല ഇന്ത്യക്കാരെല്ലാരും ഏറ്റെടുത്ത സിനിമയാണ് മഞ്ഞുമേൽ ബോയ്സ്. അപ്പൊ അതിലെ കഥാപാത്രങ്ങളൊക്കെ മാറ്റിയിട്ട് എന്റെ ഭാവനയിൽ ഉണ്ടാക്കിയ, അതായത് ഞാൻ എന്റെ ഭാവനയിൽ വന്ന കുറച്ച് ആളുകൾ അതിൽ അഭിനയിച്ചിരുന്നെങ്കിൽ എങ്ങനെയാവും എന്നുള്ളൊരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോ കുഴിയിൽ വീടുന്ന സുഭാഷ് ആയിട്ട് ബാലച്ചേട്ടൻ തന്നെയാണ്. ബാക്കി മധു സാറുണ്ട്, ഉമ്മർ സാറുണ്ട്, ബൈജു ചേട്ടൻ, ബൈജു സന്തോഷ്, എല്ലാരെയും കൂടെ ഉൾപ്പെടുത്തി ഓരോരുത്തരായിട്ട് നമുക്ക് കേട്ടു അല്ലേ? ഞാൻ അപ്പറേ പറഞ്ഞില്ലേ, എവിടെങ്കിലും ടൂറ് പോകണമെങ്കിൽ അത് ഞാൻ പറയും. ആ തിരുവനന്തപുരം തൊട്ടേയുള്ള സ്ഥിരമാണ്. അതെ, അതെല്ലാം കറക്റ്റാണ്. നിങ്ങൾ പറഞ്ഞ എല്ലാം പക്കയാണ്. പക്ഷേ ആ മഞ്ഞ കളറുള്ള പുതപ്പ് അത് തരാൻ എന്നെ സമ്മതിച്ചില്ല, കൊണ്ടുവരാൻ സമ്മതിച്ചില്ല. ഭയങ്കര തണുപ്പാണ്. കുറച്ച് തണുപ്പൊക്കെ സഹിച്ചാൽ എന്ത് വെറുതെ എല്ലാം കിട്ടുമോ? നിങ്ങളിവിടെ കിടന്ന് അടി കൂടാതിരിക്കടേ. നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്തെങ്കിലും നല്ല ഓർമ്മ കിട്ടാനാണ്. അങ്ങനെ ഓർമ്മ കിട്ടുന്ന എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? ഏയ് ഇവിടെ ഒന്നുമില്ല. താഴേക്ക് അടിച്ചു കയറി വാ, എല്ലാരും വാ, അവിടെ ഉണ്ട്. അപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ നമുക്ക് അങ്ങോട്ട് ചെല്ലാം. അത് ശരിയാണ്. താഴെ എന്തെങ്കിലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അങ്ങോട്ടേക്ക് നടക്കൂ. അല്ല, ഞാൻ ഒരു കാര്യം. അതെ, സുഭാഷ് കുരി പോയി. താങ്കൾ ഇതെന്താണ് പറയുന്നത്? ചുമ്മാ പറയാം, അവൻ കളിക്കുകയാണ്. അല്ല, ആക്ച്വലി അവൻ കുഴി പോയി. നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കൂടെയുള്ള ഒരാൾ കുഴി പോയിരിക്കാണ്. നമ്മളിനി എന്താ ചെയ്യാ? കുരുമന്ത് എറിക്കാൻ പോയത്. ഒരുമാതിരി വർത്തമാനം പറയരുത്. നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ട് അവനെ വിളിച്ചോണ്ട് വന്നതാണ്. അവനില്ലാതെ നമ്മളിവിടുന്ന് പോവില്ല. ഏയ് അവനൊന്നും കഴിച്ചിട്ടില്ല. അവനെന്താന്ന് വെച്ചാ കൊടുക്ക്. കള്ളോ കപ്പിയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. എല്ലാം എന്റെ വക. അടിച്ചു കയറി വാ. കയറുണ്ട്. ഇവരെ ഒന്നും കാണുന്നില്ല. അതെ, അവൻ അവിടെ കിടന്ന് അമറ് വിളിക്കുന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും അവൻ രക്ഷിക്കണം. പ്ലീസ്. നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഫയർഫോഴ്സിൽ വിളിച്ച് ഉദ്യോഗസ്ഥരെ വിളിക്കണം. അതല്ലേ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ വിളിക്കാം. സാറേ, ഞങ്ങളുടെ കൂടെ വന്ന ഒരാള് കുഴി പോയി. എന്തേലും ചെയ്യാൻ പറ്റൂ? ഒന്ന് പെട്ടെന്ന് വരണം. അതായത് ആവശ്യമില്ലാത്ത വള്ളി പിടിക്കരുത് എന്ന് ഞാൻ പണ്ടേ പറയാറുണ്ട്. അത് നിങ്ങൾ എന്തിനാണ് ആ പേര് ചാടി അപ്പുറത്ത് പോയത്? അതായത്
ഇവരാണ്, ഈ റിയാസാണ് എല്ലാത്തിനും കാരണം. ഏയ് അടിച്ചു കയറി വരട്ടെ, എല്ലാരും വാ, അടിച്ചു കയറി വാ. ഇവനെടുത്താ കൂടിയിലിട്ടിട്ട് ആ പാവപ്പെട്ടവനെ രക്ഷിക്കായിരുന്നു. അല്ല ആരെങ്കിലും കയറുതാ, കയറ്. നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങ് വലിക്കാം. എല്ലാരും വലിച്ചോളൂ, വലിക്കൂ. മനിതൻ ഉണർന്നു കൊള്ള, ഇത് മനിത കാതലല്ലേ, അതെയും താണ്ടി പുനിതമാണത്. കഴിഞ്ഞു. അതിന്റെ ടൈലന്റ് ആയിരുന്നു സൂപ്പർ. അതെ ഞങ്ങള് സിനിമ കാണുന്ന അത് എഫക്റ്റിൽ ഇങ്ങനെ ബാക്കി ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. അതായത് നമുക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് അറിയാവുന്നതുകൊണ്ട് എല്ലാ ക്യാരക്ടേഴ്സിനെയും നമുക്ക് ഇത് ആള് മറ്റത് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു കോൺസെപ്റ്റ് നല്ലതായിരുന്നു. അതില് ഈ റിയാസിക്കയുടെ സൗണ്ട് അടിപൊളിയായിരുന്നു, എല്ലാം സൂപ്പർ ആയിരുന്നു കേട്ടോ. റിയാസിക്കയുടെ സൗണ്ട് ഗംഭീരമായിരുന്നു. എനിക്ക് കാരണം ഞങ്ങള് വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഈ CCL കിടക്കുന്ന സമയത്ത് ഒന്നിച്ച് യാത്ര ചെയ്യുന്ന ആളാണ്. ഭയങ്കര രസമായിട്ട്, കാരണം നമ്മൾ സിനിമ കേൾക്കുന്ന പോലെ ഒരു സൗണ്ടേ അല്ല പുള്ളിയുടെ വോയിസ്. ഗംഭീരമായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. ഗംഭീരം. താങ്ക് യു സോ മച്ച്. നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്ക് താരങ്ങളെ ഇങ്ങനെ ഒരു പുതിയ ഹിറ്റ് സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ട് അത് വെച്ചിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അവൻ്റെതായ രീതിയിൽ അത് അവതരിപ്പിച്ചു. അങ്ങനെ നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച്. ഋഷാദ് വീട്ടിലായിരിക്കും. ഋഷാദ് വീട്ടില് ഉമ്മ ഉപ്പ രണ്ടനിയത്തി ഒരു ചേട്ടനുണ്ട്. നല്ല സ്മൈലാണ്. സ്മൈലിംഗ്. ഇത് വേറെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്? കോളേജിലെ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലയോ? ഉറപ്പല്ലേ? പറഞ്ഞിട്ടില്ലെന്നോ? എളിമ. എന്നാ ഇൻസ്റ്റാ ID പറഞ്ഞു, ഇപ്പൊ എല്ലാരും അയച്ചോളൂ. മുഹമ്മദ് റിഷാദ്, ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. അതെന്തിനായിരുന്നു സ്പേസ്? എല്ലാവർക്കും സ്പേസ് ഉണ്ട്. വരുന്ന എല്ലാവർക്കും സ്പേസ് ഉണ്ടെന്നാണ്. അല്ല, അവന് വരുന്ന റിക്വസ്റ്റ് എല്ലാം സ്പേസ് ഇല്ലാത്തവർ കൊണ്ടുപോവാ. കൊള്ളാം. അപ്പൊ എന്തായാലും നമുക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ശരി മണിക്കൂർ ചേട്ടാ, നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് തിരിച്ചൊരു സമ്മാനം നൽകാം. മണിക്കൂർ ചേട്ടാ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായ ഒരു ആഗ്രഹം. എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുമോ ഏട്ടൻ? എന്താ മോളെ നിന്റെ എന്റെ ആഗ്രഹം വേറെ ഒന്നല്ല. അടിച്ച് കയറി വാ, എന്താ നിന്റെ ആഗ്രഹം? സംഭവം ഇത്രേ ഉള്ളൂ. ഡബ് സ്മാഷ്. ഇവിടെ എന്തെങ്കിലും മിമിക്രി നമ്മള് എന്റെ സിനിമയിൽ എന്തെങ്കിലും സംഭവം? അല്ല അതായിയാണ്, അതൊക്കെ എളുപ്പമാവൂലേ? നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാം. ജയൻ സാറിന്റെ ഒരു കിഡിലോ രംഗം, ഒരു കിഡിലും ഡയലോഗ് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഡബ് സ്മാഷ് അതൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റേജ്. ഞാൻ ജയൻ സാറിന്റെ ഒരു വലിയ ആരാധകനാണ്. അപ്പൊ പിന്നെ അത് സെറ്റ് ആയിരിക്കും, സൂപ്പറായിരിക്കും. പക്ഷേ ഏതാ ജയൻ സാറിന്റെ ഏത് ഡയലോഗ് എന്ന് ആദ്യം കേക്കട്ടെ. ഡയലോഗ് ഒന്ന് കേൾപ്പിക്കാമോ? കേക്കട്ടെ. What did you say? Buggers. Maybe we are poor. Coolies. Trolley pullers. But we are not buggers. ഞാനിത് ചെയ്യാം. പക്ഷെ ഈ സിനിമയില് ഈ സീനിൽ സീമ മാമും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഡയലോഗ് പറയുമ്പോ സീമ മാം ഇത് കണ്ടിട്ട് ജയൻ സാറിന് ആരാധനയോടുകൂടി നോക്കുന്നുണ്ടായിരുന്നു. നീ നേരത്തെ ഋഷാദിന്റെ ചിരി കൊള്ളാന്ന് പറഞ്ഞപ്പോ എനിക്ക് കുറച്ച് അസൂയ വന്നു. ഇനി എന്റെ അഭിനയം കണ്ട് നീ കൊള്ളാന്ന് പറയണം, എന്റെ അടുത്തൊരു ആരാധന തോന്നണം. അപ്പൊ സീമ ചേച്ചിയായിട്ട് നീ അഭിനയിക്കണം. ഞാൻ കോരിത്തരിക്കും. പക്ഷേ ഇംഗ്ലീഷ് പേടിച്ച് ക്യാച്ച് പിടിക്കേണ്ടിരുന്ന മനുഷ്യരായ താങ്കൾ ഇത് മൊത്തം ഇവിടെ പറയണം. ഡയലോഗ് ഇപ്പൊ കേട്ടോ. സപ്പോർട്ടിങ്. What did you say? Buggers. Maybe we are poor. Coolies. Trolley pullers. But we are not buggers. You enjoy this status in life because of our certain blood. Let it be the last time. If you dare to say that word once more, I will pull out your bloody tongue. നടത്തത്തിൽ ചെറിയൊരു ഭീമന്റെ കുച്ചാട്ട് കേട്ടു. അതുകൊണ്ട് പെട്ടെന്ന് ഞാനും ഫ്ലിപ്പായി പോയി. നിന്റെ ആരാധനയിലോട് കയറി വന്ന് എവിടെ വന്നു? ലാസ്റ്റ് ഇങ്ങനെ അടിച്ചു പോയി. ക്ലാപ്പ് വന്നിങ്ങനെ അടിച്ച പോലെയായി പോയി. അത് പക്ഷെ ലിപ്സിംഗ് ഒക്കെ കറക്റ്റ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. എന്നാ ചുമ്മാ ആരാധനയോടെ നോക്ക്, അവൻ ഇത്രയും ചെയ്തല്ലേ. ഇത്രയും ചെയ്തിട്ട് ഒരു ആരാധന അവിടെ പുള്ളിയുടെ ചിരി കൊള്ളാം. എന്നിട്ട് ഇംഗ്ലീഷില് കീപ് ദ സ്മൈലിംഗ് എന്ന്. നീ എങ്കിലും കുറച്ച് ആരാധനയോടെ ഇവിടെ ആരാധനയോടെ നോക്കുന്നവരാണ്. അയ്യോ പറന്ന് പിടിക്കും. നിങ്ങൾ ഇവിടെ ഉമ്മ കൊടുക്കുക, എന്താ വെച്ചാൽ ഞാൻ പോയി ഗിഫ്റ്റ് എടുത്തിട്ട് വരാം.
ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഹാൻസം ആയിട്ടുള്ളതും ഏറ്റവും എന്റർടൈനിങ് ആയിട്ടുള്ള ഗസ്റ്റായ മണിക്കുട്ടൻ ചേട്ടൻ, ഞങ്ങളുടെ സ്വന്തം ചേട്ടനാണ് ഇന്ന് ഈ ഒരു ലണ്ടൻ ക്ലാസിക്കിന്റെ സമ്മാനം ആർഷാദിന് കൊടുക്കുന്നത്. എന്ത് ചേട്ടനാക്കി ബ്രോ, ഗംഭീരം. താങ്ക് യു സോ മച്ച്.